ഇപ്പൊ അവിടെ നിന്ന് ചേച്ചി വല്ലതും ആണോ ഇത്? ആണല്ലേ? ചേച്ചി സെർവന്റാ. ചേച്ചി ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ ജൂലൈയിലായിരുന്നു ലൈസൻസ് എടുത്തത്. ഈ കഴിഞ്ഞ ജൂലൈയില് 2025 ജൂലൈയില് നവംബറിൽ നമ്മള് വണ്ടി ഓഗസ്റ്റ് സെപ്റ്റംബർ വണ്ടി എടുത്ത് നവംബറിൽ ഇങ്ങനെ ഓടിച്ച് ബാങ്കിലൊക്കെ പോയി. ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം പോയി. 3-ാമത്തെ ദിവസം ഞാൻ ഭയങ്കര പെതുക്കെയായിരുന്നു. സ്പീഡില്ലായിരുന്നു. മനഃപൂർവ്വം വന്ന് തട്ടി. ഞാനങ്ങ് പേടിച്ചു പോയി. അതവിടെ വിട്ടേക്കണം. അത് കഴിഞ്ഞ് ഈ ചേച്ചിക്ക് എന്ത് ഏതൊരു ഇപ്രകാരം കണ്ടാലും ചേച്ചിക്ക് പേടിയായിരിക്കും. റോഡിൽ അത്യാവശ്യം വലിയൊരു വണ്ടി ഏത് കണ്ടാലും. ഒപ്പം ബാങ്കിൽ വർക്ക് ചെയ്യാൻ വന്ന ഒരാളാണ്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ 2ാമത്തെ ദിവസം ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി. ആ മിസ്റ്റേക്ക് അത് ജീവിതകാലം മൊത്തം ഞാൻ ഓർത്തിരിക്കാമെന്ന് വിചാരിച്ച എന്തായിരിക്കും അവസ്ഥ? പറ്റത്തില്ല. ഇതുപോലെയാണ് ചേച്ചി വണ്ടി എടുത്ത് പോയപ്പോഴും ഒരു വാഹനം ഒന്ന് തട്ടിയത്. ഞാൻ ഇനി ഈ വണ്ടി എടുത്ത് പോകുമ്പോൾ ജീവിതകാലം മൊത്തം ആ തട്ടിയ കാര്യം മാത്രം ഓർത്തിരുന്നെങ്കിൽ എനിക്ക് ഈ വാഹനമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഞാൻ അവിടെ സ്റ്റക്കാ. അതവിടെ കഴിഞ്ഞ കാര്യമാണ്. വണ്ടിയാകുമ്പോൾ തട്ടിന്ന് മുട്ടിന്നൊക്കെ ഇരിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ തട്ടിയായ ഒരു ഇൻസിഡന്റ് മാത്രം ഞാൻ തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കരുത്. അതിപ്പോൾ അവിടെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ചേച്ചിക്ക് ഒറ്റ കേക്ക് തിരിക്കുന്ന കാര്യം കാണിച്ചു തന്നു. വീട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ വണ്ടി ഓടിച്ചു വന്നു. ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതെനിക്കൊരു മോട്ടിവേഷനാണ്. എന്ത് ഞാൻ അവിടെ നിന്ന് ഇത്രയും എനിക്ക് ഓടിച്ച് വരാൻ പറ്റുമെങ്കിൽ ഇനി എനിക്ക് ഇവിടെ നിന്ന് വീട് വരെ എനിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നെങ്കിൽ എനിക്ക് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് പോകാനും പറ്റും അല്ലേ? അവിടെ നടന്ന കാര്യം അത് അവിടെ കഴിഞ്ഞേക്കുക. നമുക്കൊരു വണ്ടി തട്ടി, ഒരു ടിപ്പറുകാരൻ എൻ്റെ മിററിൽ കൊണ്ട് തട്ടി. അത് അവിടെ കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ഇനി ഞാൻ അതിനെ ഓർത്ത് ഇരിക്കരുത്. ഇനി എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണോ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. എനിക്ക് ഇനി എങ്ങനെ എൻ്റെ കാര്യങ്ങൾ നടന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ചേച്ചിക്ക് തടസ്സമായിട്ടൊരു വാഹനം വരുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒറ്റ ഓപ്ഷനുണ്ട്, നിർത്തി കൊടുത്തു. ഞാൻ നിർത്തിയിട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് അല്ല. അവൻ എൻ്റെ നേരെ കയറി വന്നിട്ട് ഞാൻ അവിടെ നിർത്തി കൊടുത്ത കാര്യമാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതേ ഉള്ളൂ. എന്ത്? വണ്ടി നിർത്തി കൊടുക്കുക. നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് വേഗതയുടെ ആവശ്യമില്ല. അവിടെ വേഗത കുറച്ച് പയ്യെ പോവുക. എത്ര പയ്യെ പോകാൻ പറ്റുമോ അത്രയും പയ്യെ പോയിക്കോ, കുഴപ്പമില്ല. നമുക്ക് പയ്യെ 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 നോക്കി വേണം എന്ത് ചെയ്യും, സ്പീഡാക്കി എടുക്കാം. ഓക്കെ. പറഞ്ഞില്ലേ നമ്മളിപ്പം എന്താണ് എന്ത് ചെയ്താലും അതിനകത്ത് നല്ലത് പറയാനും ആൾക്കാർ കാണും, കുറ്റം പറയാനും ആൾക്കാർ കാണും അല്ലേ? അങ്ങനെയല്ലേ? എന്ത് ചെയ്താലും അതിനകത്ത് നല്ലത് പറയാനും ആൾക്കാർ കാണും, കുറ്റം പറയാനും ആൾക്കാർ കാണും. ചില ആൾക്കാർ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനേ നോക്കത്തുള്ളൂ. ആ ടിപ്പറുകാരനെ സംബന്ധിച്ച് അയാൾ നോക്കി എന്താ അയാളുടെ സൈഡ് ന്യായീകരിക്കാനാ അല്ലേ? അല്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾക്ക് കാശ് തരേണ്ടി വരും. പുള്ളിയുടെ സൈഡ് മാക്സിമം എന്ത് ചെയ്ത് ന്യായീകരിക്കാൻ നോക്കി. അതിന് പുള്ളി കണ്ട ആകെയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പീഡിലാണ് വന്നെന്നുള്ളതായിരിക്കും. സ്പീഡ് കുറച്ച് വന്നതാണോ കുഴപ്പം പറഞ്ഞത്? സ്പീഡ് കൂട്ടി വന്നതാണോ? നമ്മൾ ഇഷ്ടമില്ല ഞാൻ ഏത് സ്പീഡിൽ പോകണമെന്നുള്ളത്. ഇപ്പം ഞാൻ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ചേച്ചിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ചേച്ചിക്ക് റോഡിന് നടുക്കൂടെ വണ്ടി ഓടിച്ച് പോകണം. അതായത് ഏകദേശം ഇപ്പം അവർ പോകുന്നത് കണ്ടോ, ആ വാഹനങ്ങൾ പോകുന്ന പോലെ പോകണമെന്നുണ്ടെങ്കിൽ ചേച്ചി വേഗത എടുത്ത് പോകണം. ഓക്കെ. ചേച്ചിക്ക് പയ്യെ പോയാൽ മതി. ചേച്ചി ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോയാൽ മതി. അവർക്ക് എപ്പോൾ സ്പേസ് കിട്ടുന്നു അപ്പോൾ അവർക്ക് കയറി പോകാമല്ലോ. അവിടെ ഞാൻ വേഗത്തിൽ ഓടിക്കണമെന്ന് പറയാൻ പുള്ളി അർഹനല്ല. ഞാൻ എന്ത് വേഗത്തിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ അല്ലേ? എനിക്ക് എന്ത് സ്പീഡിൽ പോകണം അതാണ് എൻ്റെ കംഫർട്ടബിൾ. അയാൾ ഒരു 100-140 പോകുന്നതാണ് അയാൾക്ക് കംഫർട്ടബിൾ എങ്കിൽ അയാൾ അങ്ങനെ പോയിക്കോട്ടെ. എനിക്ക് 10-20-30 പോകേണ്ടതെങ്കിൽ അത് എൻ്റെ ഇഷ്ടമാണ്. ആ വിധത്തിലല്ലേ ഞാൻ പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് കംഫർട്ടബിൾ ഞാൻ നോക്കണ്ടേ? ഞാൻ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഒന്നും ഇവിടെ നേടാൻ പറ്റത്തില്ല. ഈ നാട്ടിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? ഇപ്പം ചേച്ചിയുടെ ഓഫീസിലെ കാര്യങ്ങൾ തന്നെ എടുത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് അവിടെ ജീവിച്ചു പോകാൻ പറ്റും. അതുപോലെ തന്നെയാണ് റോഡിലും. അത് ഞാൻ അങ്ങനെ കാണാവൂ. ഓക്കെ ആണോ? ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ട്? ഇപ്പം റിവേഴ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞു തന്നതിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനിയും നമുക്കത് ചെയ്യാം. ചെയ്യുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ചേച്ചി കുറച്ച് ഐഡിയകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം എനിക്കതൊരു സ്കില്ലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഞാൻ എത്രത്തോളം ഇവനെ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം എപ്പോഴും. ചിലപ്പോൾ തെറ്റുകളിൽ നിന്ന് നമുക്ക് ശരി പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചേച്ചി ഇപ്പം സ്റ്റിയറിംഗ് തിരിച്ചപ്പോൾ ആദ്യം ഒരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അപ്പം ആ മിസ്റ്റേക്ക് ചേച്ചിക്ക് മനസ്സിലായി ഞാൻ അത് ചെയ്യുന്നത് തെറ്റാണ്. അപ്പം ഇങ്ങനൊരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്തോ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി
അനങ്ങണ്ട, ഓരോ സ്റ്റെപ്പ് വെച്ച് നോക്ക്. ഞാൻ ഓടി പോകുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ, തട്ട് കിട്ടത്തുള്ളൂ. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ട് വണ്ടി കടന്നു പോകും. അത് ഓരോ സ്റ്റെപ്പ് വെച്ച് അനങ്ങി നോക്കി. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ആണെന്ന് ചേച്ചി ഉദ്ദേശിക്കുന്ന അടുത്തോട്ട് വണ്ടി വരുന്നില്ലെന്ന് കാണുമ്പം ചേച്ചിക്ക് മനസ്സിലാവും അത് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത് മിസ്റ്റേക്കാണ്, അതങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, അതിന് തിരിച്ചായിരുന്നു ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ ആണോ? നമുക്ക് ഒന്നും കൂടെ റിവൈസ് നോക്കിയാലോ? ഓക്കെ, ഒന്ന് പറയുന്നവരെ കാഴ്ച കാണുന്നില്ലേ? അവിടെ വരെ എന്റെ കുഞ്ഞിന് സുഖമായിട്ട് ഓടിക്കാൻ പറ്റത്തില്ലേ? അപ്പൊ പേടിക്കണ, സേഫ് അല്ലേ? ആ, ഇനിയിപ്പോ അങ്ങോട്ട് ചെല്ലാൻ തോറും കുഞ്ഞിന് റൈറ്റ് സൈഡിലുള്ള കാഴ്ചകൾ കിട്ടിക്കൊണ്ടേയിരിക്കും ഇല്ലേ? അപ്പുറത്തുള്ള കാഴ്ചകൾ കിട്ടുന്നില്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ഒപ്പം പയ്യെ തിരിച്ച് അങ്ങനെ ഒരേ അളവിൽ പയ്യെ ആക്സിലേറ്റർ കൊടുത്ത് വയ്ക്കോ. കുറച്ച് കൂട്ടി നിൽക്കണ്ട, ഒരേ അളവിൽ പയ്യെ ഇവൻ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്ത് പോകണം കേട്ടോ. പറയടാ കൂട്ടാ. ഇത്തിരിയും കൂടെ എന്ത് കേട്ട് ചിലപ്പോൾ പ്രഷർ കൊടുത്തോണ്ടേ ഇരിക്കുക. മതി, ഇനി എന്തിനാ അകലെന്ന്, ഇനി അന്ന് അപ്പുറത്തോട്ട് പോകും. ഒരേ സ്ട്രെച്ചിൽ ഇങ്ങനെ പയ്യെ അങ്ങനെ തന്നെ. ഇത് കുറയ്ക്കരുത്, അങ്ങനെ തന്നെ പോക്കട്ടെ. തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് കുറയ്ക്കാം. കണ്ട, അവൻ അത്രേ ഉള്ളൂ, അവൻ അവന്റെ വഴിക്ക് മാറിയത് കണ്ട. ഇനി കുഞ്ഞ് പേടിക്കണ്ട. ഇറങ്ങുമ്പോൾ ഞാൻ കയറ്റം കയറാനെടുത്ത് അതേ സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറക്കമായതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിക്ക് അതൊരു ആവശ്യമാണെന്ന് തോന്നിയാൽ ആ വേഗതയെ ചേച്ചിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയ ചേച്ചിക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് കൊണ്ടുവരാം. അത് ഓക്കെ ആണെന്ന് തോന്നി വേണ്ട. കാരണം എന്താ, അതിന് മാത്രം വീതിയുള്ള പ്ലേസ് ആയത് ഇല്ലേ? ആവശ്യത്തിൽ കൂടുതൽ വീതിയില്ലേ? അവിടെ ഈ സുഖമായിട്ട് തിരക്കും കുറവല്ലേ, സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ? പിന്നെ ധൈര്യമായിട്ട് പോട്ടോ. ഓക്കെ, ഓടി അവിടെ വരെ ചേച്ചിക്കല്ല അല്ലേ? അത്ര എത്തിക്കാൻ നോക്കുക. ഇവിടുന്ന് എങ്ങോട്ടാ? മതി. ഇനി പയ്യെ എന്ത് ചെയ്യുക, ബ്രേക്കിൽ വരിക. ഓക്കെ, നേരെ ഓടി വന്നത് ചെയ്തത്. അപ്പൊ ഞാൻ ചേച്ചിയോട് പറയും, ചേച്ചി എനിക്ക് ഈ വാഹനത്തെ ഒന്ന് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡ് ഒതുക്കി എന്ത് ചെയ്ത് തരാൻ പറഞ്ഞ് ലെവലാക്കി എനിക്ക് ഇവിടെ നിർത്തി തരാൻ പറഞ്ഞു. ഓക്കെ ആണേ? സംശയം ഉണ്ടോ? അപ്പം ലെവലാക്കാൻ വേണ്ടി ചേച്ചി ആദ്യം ചെയ്ത കാര്യം എന്തുവാ? എനിക്ക് റോഡിന്റെ ബില്ലോട്ട് ഇറങ്ങണമായിരുന്നു. ഇല്ല, റോഡിന്റെ ബില്ലിൽ എനിക്ക് വാഹനത്തെ നിർത്തിയിടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ റോഡിന്റെ ബില്ലോട്ട് നിർത്തിയിടാനായിട്ട് ചേച്ചി ആദ്യം ചെയ്ത കാര്യം എന്താ? ഇവനെ ലെഫ്റ്റിലോട്ട് പയ്യ വണ്ടിയെ ഒതുക്കി റോഡിന് അകത്ത് റോഡിന് വെളിയിലോട്ട് ഈ വാഹനം ആയെന്ന് കണ്ടപ്പോൾ ചേച്ചി എന്ത് ചെയ്തു? നിർത്തി. അത് നോക്കിയാൽ ചേച്ചിക്ക് ലെഫ്റ്റ് മാക്സിമം എത്രത്തോളം ചേർക്കാവോ അത്ര ചേർക്കുകയും ചെയ്തു. അപ്പൊ എന്റെ വണ്ടി എങ്ങനെ കിടക്കുന്നത്? ലെഫ്റ്റ് ചേർന്ന് സൈഡ് ചരിഞ്ഞ കിടക്കുന്നത്. വന്ന വഴി നേരെ അങ്ങനെ കിടന്നു. ചേച്ചി നോക്കിയപ്പോ എന്താ, വണ്ടി റോഡിന് വെളിയിലാണ്. വണ്ടി റോഡിന് വെളിയിലാണ്, സേഫാണ്. വണ്ടി ഇങ്ങോട്ട് മാക്സിമം ചേരുകയും ചെയ്തു. പക്ഷെ എന്റെ വണ്ടി ലെവലായിട്ടുണ്ടോ? ഈ വണ്ടി ഇനി ലെവലാവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അറിയാവുന്നത് ഓപ്പോസിറ്റ് തിരിക്കണം. ഒന്ന് തിരിയട്ടെ. ഇനി ചേച്ചി നേരെ നോക്കി, എന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് മാറി വരുന്നുണ്ടോ? ഇവനെ എപ്പം നേരെ വന്നെന്ന് തോന്നുന്നു അപ്പൊ ചേച്ചി നിർത്തിക്കും. ഒരു പൊട്ടിക്കും കൂടെ വരട്ടെ, റൈറ്റിലോട്ട് തിരിച്ചിട്ട്. ഇനി മൂവ് ചെയ്യരുത്, ഒന്ന് തിരിച്ച് നിർത്തിക്കും. പിന്നെ ഇങ്ങനെ തിറങ്ങി വെച്ച് മൂവ് ചെയ്ത് എന്റെ വണ്ടി നേരെ പോത്തേ ഉള്ളൂ. ചരിഞ്ഞ് തന്നെ നേരെ പോത്തേ ഉള്ളൂ. ഒരിക്കലും ഇവൻ ലെവലാകത്തില്ല. ലെവലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇവന് ചെറിയൊരു ബെൻഡ് കൊടുത്ത് ഇനി ഒന്ന് ചേച്ചി മൂവ് ചെയ്ത് നോക്കി. ഈ ഫ്രണ്ട് ഇങ്ങോട്ട് മാറി വരും. ഇനി നിർത്തിക്ക്. ഇനി നേരെ വെച്ച് സ്റ്റിയറിംഗ് നേരെ വെച്ച് ഒന്ന് ന്യൂട്രലാക്കി. ഇനി ചേച്ചി രണ്ട് മിനിറ്റിലെ കൂടെ ബോഡി ലെവൽ നോക്കി എങ്ങനെ കിടക്കുന്നത്? വണ്ടി എങ്ങനെ കിടക്കുന്നത്? ചരിഞ്ഞാണോ നേരെയാണോ?
പോട്ടെ, നേരെ സ്ട്രൈറ്റ് എന്ന് നോക്കി. നേരെയാണോ ചരിഞ്ഞാണോ? നേരെയാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്ത് മാക്സിമം ആദ്യം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം എൻ്റെ ചരിഞ്ഞ് കിടക്കുന്ന വണ്ടി എൻ്റെ ബോഡി നേരെ ആക്കിയാൽ മതി. ഇത് കണ്ട, ഇതിപ്പോൾ എൻ്റെ ഒരു വണ്ടിയാണ്. ഞാൻ ഓടി എന്ത് ചെയ്ത് നേരെ ഇത് ഇങ്ങോട്ട് വരിക, ഈ ട്രാക്കിലോട്ട് വരിക. ഞാൻ സൈഡ് ഒതുക്കാൻ പറയുമ്പോൾ ചേച്ചി സൈഡ് ഒതുക്കി. എൻ്റെ വണ്ടി സൈഡ് ഒതുക്കിയപ്പോൾ എങ്ങനെ കിടക്കുന്നത്? ഇത് ഇങ്ങനെ ചരിഞ്ഞാണ് കിടക്കുന്നത്. എനിക്ക് ഈ വണ്ടിയുടെ നേരെ ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ റൈറ്റിലോട്ട് തിരിക്കണം. റൈറ്റിലോട്ട് തിരിയുമ്പോൾ എൻ്റെ വണ്ടി എന്ത് ചെയ്യും? ഇതുപോലെ നേരെയാവും. എപ്പോൾ നേരെ വന്നു അപ്പോൾ അവിടെ ഈ വണ്ടീനെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇനിയും ചേച്ചിക്ക് മുമ്പോട്ട് കയറ്റണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ വണ്ടീനെ മുമ്പോട്ട് ഇനിയും മുമ്പോട്ട് ചേച്ചിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഈ വാഹനത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചേച്ചി എന്ത് ചെയ്യുക? ഈ തിരിച്ച് വെച്ച സ്റ്റിയറിങ്ങിനെ നേരെ വെച്ചതിന് ശേഷമേ എന്ത് ചെയ്യാവുള്ളൂ? മുമ്പോട്ട് മൂവ് ചെയ്യാവുള്ളൂ. ഞാൻ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ മൂവ് ചെയ്ത് എന്ത് പറ്റും? വണ്ടി വീണ്ടും ചരിഞ്ഞ് റൈറ്റിലോട്ട് പോകും. ഓക്കെ, ഒന്നെങ്കിൽ ചേച്ചിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വണ്ടി ലെവലായി എന്ന് കണ്ടാൽ ചേച്ചിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. വീണ്ടും ചേച്ചിക്ക് മുമ്പോട്ട് ഇത്തിരി കൂടെ കയറ്റണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ വാഹനത്തെ മുമ്പോട്ട് ഇത്തിരി കൂടെ നീക്കണമെന്നുണ്ടെങ്കിൽ, ഈ സ്റ്റിയറിങ്ങിനെ, ചരിഞ്ഞിരിക്കുന്ന സ്റ്റിയറിങ്ങിനെ നേരെ വെച്ചതിന് ശേഷമായിരിക്കണം ചേച്ചി എന്ത് ചെയ്യേണ്ടത്? മുമ്പോട്ട് മൂവ് ചെയ്യേണ്ടത്. ചരിച്ച് വെച്ചുകൊണ്ട് തന്നെ മൂവ് ചെയ്താൽ വീണ്ടും എന്ത് ചെയ്യും? ഈ വണ്ടി റൈറ്റിലോട്ട് ട്രെയിനെടുത്ത് നിൽക്കും. എനിക്ക് ലെവലാക്കി ഒരിക്കലും കിട്ടത്തില്ല. പറഞ്ഞത് മനസ്സിലായ? സംശയമുണ്ടോ? ഇനി നമുക്ക് മൂവ് ചെയ്യാം. ഞാനൊരു സ്പേസ് പറയും, അവിടെ എനിക്ക് ഇതുപോലെ ലെവലാക്കി ഒതുക്കി വണ്ടിയെ നിർത്തി തരണം. ഓക്കെ, പോവാം നമുക്ക്. പേടിയുണ്ടോ ഇപ്പോഴും? എടുത്തപ്പോഴുള്ള പേടിയുണ്ടോ? മാറ്റമുണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഞാൻ റോഡിലോട്ട് ഇറങ്ങാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വണ്ടി പെട്ടെന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നത്? റോഡിലോട്ട്. എനിക്കൊരു ചരിവ് കൊടുത്തുകൊണ്ട് ലെവലാക്കി, ചെറിയ ചരിവ് കൊടുത്ത് ചെല്ലുന്നതനുസരിച്ച് ലെവലാക്കിയാൽ മതിയെങ്കിൽ എനിക്ക് അതിനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ മൊത്തം തിരിക്കേണ്ട ആവശ്യമുണ്ട് അവിടെ ഇല്ല. ചെറിയൊരു ചരിവ് ഇതിങ്ങനെ കൊടുക്കുക. അവൻ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വരുന്നില്ലെങ്കിൽ മാത്രം വീണ്ടും അടുത്ത സ്റ്റെപ്പ് എടുക്കും, കൂടുതലായിട്ട് തിരിച്ചു കൊടുക്കുക. കൈ പോയാൽ മതി. അപ്പം ഞാൻ ഇങ്ങനെ ചരിവ് കൊടുത്ത് വെക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലും വരുന്നില്ല, എനിക്ക് ഇനിയും കൂടുതൽ തിരിക്കാം. എന്നിട്ടും വരുന്നില്ലെങ്കിൽ പിന്നെയും കൂടുതൽ തിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ സ്റ്റെപ്പ് വെച്ച് എന്ത് ചെയ്യാവുള്ളൂ? നീങ്ങാവുള്ളൂ. ഓക്കെ, അതിന് വേണ്ടി അത് അനങ്ങി നോക്കാൻ പറയുന്നത്. ചേച്ചിക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാനും പറയുന്നത്. ഓക്കെ, മൂവ് ചെയ്യാം നമുക്ക്. എടുത്തു മിറർ നോക്കുക, ചെറിയ ചരിവ് കൊടുക്കുക, മതി. ഇപ്പം എൻ്റെ വണ്ടി തനിയെ കയറും, നോക്കി കണ്ട. ഇനി പയ്യെ ലെവലാക്കി. അപ്പം അവൻ പുറകിൽ നിന്ന് വരുന്നതിന് പോകുന്ന സ്ഥലവും കിട്ടും. എൻ്റെ വണ്ടി ഇതേ കയറുകയും ചെയ്തു, കണ്ട. ഞാൻ കണ്ടു, മിററിൽ കൂടെ ഞാൻ വരുന്നത് കാണുന്നുണ്ട്, പുള്ളി എന്നെയും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചടിച്ച് ഒറ്റയ്ക്ക് തിരിക്കരുത്. കൂടുതൽ തിരിച്ചെന്ന് വരും. എൻ്റെ വണ്ടി പെട്ടെന്ന് ആക്സിഡന്റ് അങ്ങോട്ട് പോകും, പുള്ളിക്ക് പോകാൻ പറ്റത്തുമില്ല. അപ്പം ഞാൻ ചെറിയ ചരിവ് കൊടുത്തപ്പോൾ എന്ത് വരും? എൻ്റെ വണ്ടി കയറി വരുന്ന പുള്ളി കാണുന്നുമുണ്ട്, എൻ്റെ വണ്ടി ഫ്രണ്ടോട്ട് കയറുന്നുമുണ്ട്. എൻ്റെ കാര്യവും നടന്നു, പുള്ളിയുടെ കാര്യവും നടന്നു. കാലെങ്ങനെ കൊടുക്കണം? ഈ വണ്ടി ഇറങ്ങി എങ്ങോട്ടേ പോകത്തുള്ളൂ? പുറകിലോട്ടേ പോകത്തുള്ളൂ. ഓക്കെ, ഒന്ന് ഡ്രൈവ് ഇട്ടേ എൻ്റെ കുഞ്ഞ്. ബ്രേക്ക് അമർത്തിയിട്ട് ഡ്രൈവ് ഇട്. എൻ്റെ ഈ ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്ത്. ഓക്കെ, താത്തില്ലേ? ബ്രേക്ക് ഒന്ന് ഒറ്റടിക്ക് കാല് മാറ്റിക്ക്. ഫുള്ള് മാറ്റിക്കോ കാല്, പേടിക്കണ്ട. ഒറ്റടിക്ക് കാലെടുത്തു. ബ്രേക്ക് ഓട്ടിക്കോ. എൻ്റെ വണ്ടി പുറകോട്ടാണോ മുമ്പോട്ടാണോ പോണത്? ഓക്കെ, ബ്രേക്ക് ഒന്ന് ഫുള്ള് കാല് മാറ്റിക്കേ. ഇറങ്ങി പോണത്രയും പൊക്കോട്ടെ. ഞാൻ പറയുമ്പോൾ ചവിട്ടിയാൽ മതി. എന്തിനാ പേടിക്കുന്നേ? കാലെടുത്തു കുഞ്ഞേ. ഫുള്ള് മാറ്റി. ഇപ്പൊ പുറകോട്ട് പോകുന്നുണ്ടോ? ഇല്ല. കേട്ടാ, എനിക്ക് പുറകോട്ട് പോകാനല്ലല്ലോ, മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ കുഞ്ഞ് ബ്രേക്ക് ചെയ്ത് ഔട്ടുന്ന ചിന്തിച്ച് വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? പുറകോട്ട് പോകുന്നുണ്ട്. ഈ ബ്രേക്കിൽ നിന്ന് കാല് ഫുള്ള് മാറ്റി. ഇപ്പൊ ഈ വണ്ടി പുറകോട്ട് പോകുന്നുണ്ടോ? ഇല്ല. പൊടിക്ക് ആക്സിഡന്റ് മതി. ബ്രേക്ക് ഓടിക്കും. ഈ വണ്ടി അപ്പൊ പുറകോട്ട് ഇറങ്ങി പോകത്തില്ല. ഈ വണ്ടിക്ക് ഹിൽ ഹോൾഡ് ഉണ്ട്, അതുകൊണ്ട് ഈ വണ്ടി പുറകോട്ട് പോകാഞ്ഞത്. ഇപ്പൊ ഞാൻ സ്ലോപ്പിലല്ലേ കിടക്കുന്നത്. എൻ്റെ ഈ വണ്ടി പുറകിലോട്ട് പോയാ എന്തുകൊണ്ട് പുറകോട്ട് പോകാഞ്ഞത്? ഈ വണ്ടിക്ക് ഹിൽ ഹോളുകളുണ്ട്. ഞാൻ ഇവന് ബ്രേക്ക് കണ്ടിന്യൂ ചുമ്മാ ചവിട്ടുമ്പോൾ എന്ത് പറ്റും? ഇത് പുറകോട്ട് ഇറങ്ങി പോകും. ഞാനൊന്ന് ബ്രേക്കിൽ നിന്ന് കാര്യം ചിലപ്പോൾ ആയം എടുക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്യും? ഒന്ന് പുറകോട്ട് വലിയും. അത് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അയ്യോ പുറകോട്ട് പോയെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും? ബ്രേക്ക് അമർത്തും. അതിനുശേഷം വീണ്ടും എടുക്കുമ്പോൾ ഇവൻ ആയം എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? പുറകോട്ട് വലിയും. അപ്പം ഞാൻ എന്ത് ചെയ്യും? വീണ്ടും പുറകോട്ട് പോയെന്ന് കാണുമ്പം കയറി ബ്രേക്ക് അമർത്തും. ഇങ്ങനെ ചവിട്ടിയാണ് എന്ത് ചെയ്യുന്നത്? പുറകോട്ട് പോകുന്നത്.
ഞാൻ ബ്രേക്ക് നീ ഇപ്പോൾ ഒറ്റടിക്ക് കാലം മാറ്റി വണ്ടി പുറകോട്ട് പോയാ ഇങ്ങനെ നിന്നോളൂ. ഈ പുറകോട്ട് നീങ്ങുന്ന കാണുമ്പോൾ കയറി എന്ത് ചെയ്യാൻ പാടില്ല, ചവിട്ടാനായിട്ട് പാടില്ല. ഓക്കെ അല്ലേ? പോകാമല്ലോ നമുക്ക്. കുഞ്ഞു മിറർ നോക്കുക, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക, എടുക്കുക. നേരിട്ട് മാറ്റി ചവിട്ടി നിൽക്കുന്നുണ്ട്. കണ്ട് ഇപ്പം പുറകോട്ട് പോയാ ഇല്ല. ഫ്രണ്ട് നോക്കി പയ്യെ കയറട്ടെ കേട്ടോ. അങ്ങനെ മതി, അത്രയും മതി. ഇനി എന്ത് ചെയ്യണം, പയ്യെ ലെവലാക്കാനേ നോക്കാവുള്ളേ. ഇതുപോലെ പേടിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടാ. ഇത് ഫുള്ള് കാലമായിട്ട് പറയുന്നു. ഫുള്ള് ചവിട്ടി ഇറക്കല്ലേ കൂട്ടാ. മതി നിൽക്കട്ടോ. ഞാൻ പറയുമ്പോൾ ഒരു പൊടിക്ക് ആക്കിയിട്ട് കൊടുക്കണേ. ഒരു പൊടിക്ക് ആക്കിയിട്ട് കൊടുത്ത് ശകലം കൊടുത്തു. അങ്ങനെ പയ്യെ കൊടുത്തു. പയ്യെ അങ്ങനെ തന്നെ പോട്ടെ. ബ്രേക്ക് ഓടിക്കും. മതി. കഴിഞ്ഞ് നേരെ വെച്ച് നേരേക്ക് 1 2. മറ്റേക്ക് അത്യാവശ്യം നല്ലൊരു കയറ്റം വേണ്ടി കിടക്കുന്നത്. ഓക്കെ അല്ലേ? ഡ്രൈവ് കിടക്കുമല്ലേ? കുഞ്ഞ് ബ്രേക്കിൽ നിന്ന് മാത്രം പൂർണ്ണമായിട്ടൊന്ന് കാലം മാറ്റി തന്നെ എനിക്ക്. ഈ വണ്ടിക്ക് അത് ഞാനും ഉണ്ട്, അവനും ഉണ്ട്. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട. ധൈര്യം പുറകോട്ട് പോണേ പൊക്കോട്ടെ. ഞാൻ അതുകൊണ്ട് സൈഡിലല്ലേ കിടക്കുന്നത്. എന്തെങ്കിലും വരുമെങ്കിൽ റോഡിൽ കൂടെ വരത്തുള്ളൂ. ഞാൻ സൈഡിലല്ലേ കിടക്കുന്നേ. ധൈര്യമായിട്ട് ബ്രേക്ക് ഒറ്റടിക്ക് കാല് മാറ്റി, ഫുള്ള് മാറ്റി. ഓക്കെ. ഇപ്പൊ വണ്ടി എങ്ങനെ നിൽക്കുന്നത് കണ്ട? ബ്രേക്ക് ഓടിക്ക്. ഈ വണ്ടി മുമ്പോട്ടല്ലേ കയറിപ്പോയി. ചേച്ചിയാണ് ആവശ്യമില്ലാതെ എന്ത് ചെയ്യുന്നത്, ടെൻഷൻ അടിച്ച് ബ്രേക്ക് ചവിട്ടി അയ്യോ എന്ന് വെച്ച് ഈ വണ്ടിന്റെ പുറകോട്ട് ഇറങ്ങി കൊടുക്കുന്നത്. ഞാൻ നേരത്തെ അവിടെ കാണിച്ചു തന്നു. എന്ത് ബ്രേക്ക് എന്ന് കാല് മാറ്റി ഇവൻ എന്ത് ചെയ്തോളും, മുമ്പോട്ട് പോയിക്കോളും. ഇപ്പോഴും ശരിക്കും വണ്ടി കാണുന്നത് എങ്ങനെ, മുമ്പോട്ടല്ലേ പോകുന്നത്. കെട്ടത്തിൽ കിടന്നിട്ട് മുമ്പോട്ടല്ലേ പോകുന്നത്. നേരത്തെ ഈ വണ്ടി എന്തുകൊണ്ട് പുറകോട്ട് ഇറങ്ങിപ്പോയി? ഞാൻ ഇവനെ ചവിട്ടി ഇവനെ ഇറക്കിയത് അല്ലേ? അങ്ങനെയല്ലായിരുന്നു. വിട്ടെടുത്തോളാം വണ്ടി ഇറങ്ങിപ്പോയത്. ഇപ്പൊ വണ്ടി പോകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതാരാ? ആവശ്യമില്ലാതെ ഉണ്ടാക്കിയതല്ലേ. കാരണം ഈ വണ്ടി പുറകോട്ട് പോകുന്നുണ്ടായിരുന്നു. വ്യക്തമായി ഈ കാര്യം. എന്റെ വണ്ടി പുറകോട്ട് പോവുക. ആദ്യം ഒരു ശകലം ഒന്ന് ചിലപ്പോൾ ബ്രേക്കിന്ന് കാലം മറ്റുമ്പോൾ ഇറങ്ങും. അത് കണ്ടോണ്ട് ഞാൻ പിന്നെ ബ്രേക്ക് ചവിട്ടാൻ വേണ്ടി നിൽക്കരുത്. അവൻ പൊക്കോളും മുമ്പോട്ട് കയറി. ഓക്കെയാണ്? സംശയം ഉണ്ടോ? മിറർ നോക്കിയിട്ട് കുഞ്ഞ് പയ്യെ എടുത്തു കേട്ടോ. ബ്രേക്ക് ഓടിക്കോട്ടെ, ചവിട്ട്. ഇനി കാലെടുത്ത്, ഫുള്ള് കാലെടുത്ത്. ഒന്നെടുത്ത്, ഫുള്ള് കാലെടുത്ത്. ഇത്തിരി വേഗത എടുത്ത് കൊടുത്തു. അതെ. ഇനി ഞാൻ പറയാം. കാരണം എന്താ പറയാ, കണ്ടിന്യൂ ആയിട്ട് നമ്മളിത് ചവിട്ടി വരുമ്പോഴേ ഇതിന്റെ ക്ലച്ച് ഹീറ്റ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ സാധനം റോഡെടുത്ത് കയറത്തില്ല. സ്പീഡെടുത്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളൊരു പ്രതലമാണ്. ഇങ്ങോട്ട് വരുമ്പോഴാണ് കുണ്ടും കുഴിയും കല്ലും മണ്ണും എല്ലാം ഉള്ളതാ. അപ്പൊ ഈ വരുന്ന 40 കിലോമീറ്റർ അതേ സ്പീഡിൽ തന്നെ, 40 കിലോമീറ്റർ സ്പീഡില്ലേ, അതേ സ്പീഡിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് കയറാൻ നിന്ന് എനിക്ക് വണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ കുഴിയിലോട്ട് വീഴുമ്പോൾ എന്തോരും ഇവൻ കിടന്ന് കൂളിങ് ചെയ്യും, കയറ്റം, ഈ ഒരു സ്ലോപ്പ് ഹമ്പൊക്കെ വരുമ്പോൾ അതനുസരിച്ച് കൊണ്ട് ഇത് മാറും. ആ ഒരു സ്പീഡിൽ എനിക്ക് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഇപ്പം നേരെ ഓടിപ്പോകുന്ന അതേ സ്പീഡിലായിരിക്കും ഇതിൽ ചേച്ചി എന്ത് ചെയ്യുന്നത്, ഒരു വളവ് വരുമ്പോൾ വളയ്ക്കുന്നത് അല്ലേ? അവിടെ വേഗത കുറയത്തില്ലേ? അതേപോലെ ആയിരിക്കണം ഞാൻ ഒരു റോഡിൻ്റെ സൈഡിലോട്ട് ഈ വാഹനത്തെ ഒതുക്കുമ്പം എന്ത് ചെയ്തു വേണം, ഈ വേഗത ഞാൻ പയ്യെ കുറച്ച് കൊണ്ടുവന്ന് ചേച്ചിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡ് ഏതാണോ ആ സ്പീഡിലോട്ട് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കണം ഈ റോഡിലോട്ട് എൻ്റെ വണ്ടി കയറേണ്ടത്. ഓക്കെ ആണോ? സംശയമുണ്ടോ? അല്ലാണ്ട് ഒറ്റടിക്ക് വന്നാൽ എന്ത് പറ്റും? ചേച്ചിക്ക് വണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുഴിയിലോട്ട് വന്ന് കയറി ഉടനെ ചേച്ചിക്ക് വണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചി ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് ഇങ്ങനെ കൊണ്ടെത്തിക്കാനായിട്ട് പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലായോ? സംശയമുണ്ടോ? അത് കണക്കിന് ഞാൻ എവിടെ കൊണ്ട് നിർത്തുമ്പോഴും എനിക്ക് മുമ്പോട്ട് എടുത്തുകൊണ്ട് പോകാനുള്ള സ്പേസ് ഇട്ടതിന് ശേഷമേ ഞാൻ കൊണ്ട് വണ്ടി നിർത്താവുള്ളൂ. എനിക്ക് അവിടം വരെ സ്പേസ് ഉണ്ട് എന്ന് പറയാൻ അതിന് തൊട്ട് കൂട്ടിക്കൊണ്ട് നിർത്തരുത്. എൻ്റെ ആവശ്യത്തിന് അവൻ കൊണ്ട് നിർത്തി, എൻ്റെ പുറകെ കൊണ്ടിരുന്ന് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവൻ എൻ്റെ ആവശ്യത്തിനുള്ളിലും പോയാൽ പിന്നെ അവൻ വരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. എപ്പം ഞാൻ വണ്ടി കൊണ്ട് നിർത്തുമ്പോഴും എൻ്റെ വണ്ടി എടുത്ത് മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ഇട്ടതിന് ശേഷമായിരിക്കണം ഞാൻ വണ്ടീനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്.
ആ സ്പേസ് എനിക്ക് എപ്പോഴും അവിടെ കാണണം കേട്ടോ. ഇനി കാണും എനിക്ക് അങ്ങോട്ട് പോയി എന്തോ കുഴിയാ, ഞാൻ ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും എന്ത് ചെയ്യുക, ഒരു സ്പേസ് എപ്പോഴും കീപ്പ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ഇൻഡിക്കേറ്റർ കേട്ടോ. കുഞ്ഞ് മിറർ നോക്കുക, പയ്യെ റോഡിലോട്ട് ഇറങ്ങണം കേട്ടോ. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, റോഡിലോട്ട് ഇറങ്ങാനായിട്ട് ഇപ്പൊ ഈ പോക്ക് നേരെ പോയാൽ എന്ത് പറ്റും, ഒരു ചെറിയ ബെൻഡ് കൊടുക്കും സ്റ്റിയറിങ്ങിന്. ഓക്കെ, കൊടുത്തല്ലോ. ഇനി പയ്യെ റോഡിലോട്ട് കയറിക്കോളും. വണ്ടി ഇല്ലെന്ന് ചേച്ചിക്ക് എപ്പോൾ തോന്നുന്നോ അപ്പം ചേച്ചി റോഡിലോട്ട് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ ആണോ? എടുത്തോ പയ്യെ. ഓക്കെ, ഇനി നേരെ നോക്കി ലെവലാക്കി എടുക്കാൻ മാത്രം മതി. കണ്ടോ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ പുറയുന്ന വരുന്നവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ആയിരിക്കണം ഒരു റോഡിൽ നിന്ന് അടുത്ത റോഡിലോട്ട് കയറേണ്ടത്. അതായത് സൈഡ് ഒതുങ്ങി കിടക്കുന്ന ഏരിയയിൽ നിന്ന് റോഡിലോട്ട് കയറേണ്ടത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ എടുക്കുക. ഈ രണ്ട് ഓപ്ഷൻ ചേച്ചിക്കുണ്ട്. റിവേഴ്സ് എടുക്കുമ്പോൾ പുറകെ വണ്ടി ഉണ്ടാവും നോക്കുക, ഇല്ലെങ്കിൽ ചേച്ചിക്ക് റിവേഴ്സ് എടുത്ത് സ്പേസ് ആയതിനു ശേഷം ചേച്ചി എടുത്ത് മാറിപ്പോവാം. ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തിരിച്ച് മാറ്റിയതിനു ശേഷം ചേച്ചി മുമ്പോട്ട് എടുത്ത് പോവാം. ഒന്നെങ്കിൽ റിവേഴ്സ് എടുത്ത് നീങ്ങിയതിന് ശേഷം ചേച്ചിക്ക് സ്പേസ് ഉണ്ടാക്കി, നല്ലപോലെ സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം ചേച്ചിക്ക് എടുത്ത് പോവാം. ഇപ്പോൾ ഈ സ്പേസ് ഇല്ലാത്ത കളത്തിൽ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ചേച്ചിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫുള്ള് തിരിച്ച് തീർത്തതിന് ശേഷം എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഓക്കെയാണ്? റൈറ്റ് ഇൻഡിക്കേറ്റർ ഏത് ചെയ്യണം? ഇപ്പോൾ റിവേഴ്സ് എടുക്കുന്ന ചേച്ചി എളുപ്പമുള്ള പരിപാടിയായിരിക്കും. ഹാൻഡ് ബ്രേക്ക് താത്തു. ഓക്കെ, ആദ്യത്തെ ജോലി എന്തുവാ? അത് തന്നെ തിരിച്ചു വെച്ച് ചേച്ചി ഒന്ന് പയ്യെ മൂവ് ചെയ്ത് ഡ്രൈവിട്ട് മൂവ് ചെയ്യാൻ നോക്കുക. മിറർ ശ്രദ്ധിക്കുക, വണ്ടി ഉണ്ടോ നോക്ക്, പോയിട്ട് മതി. അത് പോയതിനു ശേഷം ചേച്ചി ഒന്ന് മൂവ് ചെയ്യുക. എപ്പോൾ ഇവിടുന്ന് സ്പേസ് കിട്ടി അപ്പോൾ അവിടെ നിർത്തിയേക്കണേ, പിന്നെ എടുക്കരുത്. ഇവനോട്ട് സ്പേസ് കിട്ടാൻ തുടങ്ങുക അല്ലേ? ഇനി തട്ടുക ഇല്ല, അപ്പോൾ തിരിച്ചു കിടക്കാൻ തുടങ്ങും. പയ്യെ 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 മതി. ആ ഓക്കെ മതി. റോഡേ കയറിയില്ലേ, ഇനി ഓടിപ്പോക്കൂ. ഇത്രേ ഉള്ളു കാര്യം. പിന്നെ സ്പേസ് കിട്ടിയിട്ട് ചേച്ചി അതേ വെച്ചുകൊണ്ട് തന്നെ ഓടാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. കാരണം അവനെ തട്ടാതിരിക്കാനുള്ള സ്പേസ് ചേച്ചിക്ക് കിട്ടി. ആ ഓക്കെ, നേരെ തന്നെ പോക്കോട്ടെ. അപ്പം പിന്നെ എന്ത് ചെയ്തോണം, ഇവനെ പിന്നെ തിരിച്ച് മാറ്റാൻ വേണ്ടി നോക്കിക്കോണം. അങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്നത് എന്ത് പറ്റും എൻ്റെ വണ്ടിക്ക്? ഞാൻ അങ്ങനെ തന്നെ ഫുള്ള് തിരിച്ച് വെച്ചോണ്ടിരുന്നത് എന്ത് പറ്റും? ഒഴിഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ സ്റ്റിയറിംഗ് എൻ്റെ ഇരിക്കുവാണെങ്കിൽ എന്ത് പറ്റും? വണ്ടി ഓടി അങ്ങോട്ട് പോകും. അതിൻ്റെ ആവശ്യം എനിക്കുണ്ടോ? ഇല്ല. ആംബുലൻസ് പോകുന്നുണ്ടോ? അതുപോലെ പോകണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ. പയ്യെ അവിടെ മിറർ ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്. വണ്ടി ഉണ്ടോ? ഇല്ല. ആ മതി. പയ്യെ സ്ലോ ആക്കുക. റൈറ്റിലോട്ട് പയ്യെ തിരിക്കുക. സ്ലോ ചെയ്ത് എൻ്റെ കുഞ്ഞ് അങ്ങോട്ട് തിരിച്ചു. അത് തന്നെ പിടിക്കുക. കൊള്ളാം. ആ അങ്ങനെ തന്നെ പോക്കട്ടെ. അങ്ങോട്ട് പോകാമല്ലോ. അങ്ങോട്ട് 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 എനിക്ക് പോകണ്ട അങ്ങോട്ടല്ലേ? അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വെച്ചു. മതി, എടുത്തു മതി. വീട് കുറച്ച് പയ്യെ വരും. ഒറ്റ തിരിക്കാൻ കുഞ്ഞിന് തിരിക്കാം. മതി, കൊള്ളാം. ഇനി നേരെ ഓടും. ആ ട്രാക്ക് നേരെ 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 ഓടുക ചെയ്യാവുള്ളൂ. കുഞ്ഞിന് ലെഫ്റ്റ് കീപ്പ് ചെയ്യാനൊന്നും എനിക്ക് അറിയാം. പോട്ടെ, നേരെ നോക്ക്, നേരെ തന്നെ ഓടിക്കും. അങ്ങനെ തന്നെ നേരെ ഓടിക്കും. ആ സ്റ്റിയറിംഗ് നേരെ വെച്ചാൽ കുഞ്ഞ് നേരെ തന്നെ ഓടിക്കും. ഞാൻ പറയാം അങ്ങനെ ഓടട്ടെ, കുറച്ച് ഓടട്ടെ. ഇനി പയ്യെ ലെഫ്റ്റിലോട്ട് വരാൻ ഇപ്പോഴും തിരിക്കല്ലേ, പയ്യെ വരാനും നോക്കാവുള്ളേ. ആ അങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒറ്റയടിക്ക് കയറി വരരുത് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം നമ്മുടെ ബാങ്കിൻ്റെ അവിടെ നിന്ന് ഒരു യൂട്ടേൺ തിരിഞ്ഞ ഓർമ്മയുണ്ടല്ലോ? അവിടെ കുഞ്ഞ് തിരിച്ച് നമ്മൾ വളഞ്ഞു വരുമ്പോൾ അത് വലിയ വീതിയുള്ള റോഡാണ്. ഓക്കെ, ഇത്രയും നല്ല വീതിയുള്ള റോഡാണ്. ഞാൻ ഇങ്ങനെ ട്രാക്കിലോട്ടാണോ വരുന്നത് അതിലേ ഓടാവുള്ളൂ. ഞാൻ ഒറ്റയടിക്ക് ഇങ്ങോട്ട് വെക്കാൻ നോക്കി. ഇപ്പം ഞാൻ ഇങ്ങനെ വളഞ്ഞു വന്നു. ഞാൻ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറുമ്പോൾ എന്ത് വരും? ഇതിലെ വളഞ്ഞു വരുമ്പം ഇതുവരെ റോഡ് ഉള്ളതാ, ഇതിലേയും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാ. ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഒരു സ്പേസ് കിടപ്പുണ്ട്. അവിടെ എന്ത് ചെയ്യും? ചെറിയ വണ്ടിക്കാരൊക്കെ അതിലേ കയറി വരാനായിട്ട് മാക്സിമം നോക്കും. ഓക്കെ, അപ്പോൾ ഈ ടൂ വീലർകാർ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നാൽ എന്ത് പറ്റും? ഇവന്മാർ എക്സ്പെക്ട് ചെയ്യത്തില്ല ഞാൻ അങ്ങോട്ട് ഓടി ചെല്ലുമെന്ന്. നേരെ എന്ത് ചെയ്യും? എൻ്റെ പുറകെ കൊണ്ടുവന്ന് ഇടിക്കും. എൻ്റെ സൈഡിൽ കൊണ്ടുവന്ന്
തട്ടും. ഞാനപ്പോൾ എന്ത് ചെയ്യണം? വളഞ്ഞു വരുന്ന റോഡ് ഏതാണോ ആ വീതിയുള്ള റോഡിൽ എനിക്ക് കിട്ടുന്ന ട്രാക്ക് ഏതാണോ ആ ട്രാക്കിൽ കൂടെ എന്ത് ചെയ്യുക, കുറച്ച് മുമ്പോട്ട് ഓടുക. ഓടിയിട്ട് മിറർ നോക്കിയതിന് ശേഷമായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഈ സൈഡിലോട്ട് കയറി വരേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് ഈ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ സൈഡിലോട്ട് ഞാൻ വാഹനത്തെ എടുത്ത് വെച്ചാൽ എന്ത് പറ്റും, ഈ പുറകിൽ നിന്ന് വരുന്നവർ കയറി തട്ടിയിട്ട് പോകും. സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചാൽ ഇപ്പം ഞാൻ ആ ട്രാക്കിൽ കൂടെ ഓടുന്ന സമയത്ത് തന്നെ എത്ര വണ്ടിക്കാരുണ്ട് ഈ സൈഡിൽ കൂടെ കയറിപ്പോയി, ടൂറിനായി കയറിപ്പോയി. ഞാൻ ആ സമയം നേരെ അങ്ങോട്ട് എടുത്ത് വെച്ചിരുന്നെങ്കിൽ അവർക്ക് പോകാൻ വഴി കാണത്തില്ല, അവരെന്ത് തട്ടാനുള്ള ചാൻസ് കൂടും, അല്ലെങ്കിൽ അവരെന്നെ ചെയ്ത് വിളിക്കും. എനിക്ക് കിട്ടുന്ന ട്രാക്കിൽ ഞാൻ കുറച്ച് ഓടുക, കുറച്ചിപ്പം ഒരുപാട് ഓടിയതിന് ശേഷം എന്ത് ചെയ്യുക, പയ്യെ മിറർ നോക്കുക. അപ്പോഴേക്കും എന്ത് ചെയ്യും, ഈ ഉള്ള വണ്ടിക്കാരൊക്കെ ഓടി മാറിക്കഴിയും. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിലോട്ട് കയറാൻ പറ്റും, ലെഫ്റ്റ് സൈഡ് പിടിക്കാൻ പറ്റും. എനിക്കറിയാം ഞാൻ പോകേണ്ടത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണ്, ലെഫ്റ്റ് സൈഡ് ചേർത്താണ് എൻ്റെ വാഹനം ഓടിച്ച് പോകേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു വലിയ ടേൺ എടുത്ത് വരുന്ന വലിയ ഏരിയകളിൽ, അതായത് വലിയ വീതിയുള്ള വലിയ ഏരിയകളിലൊന്നും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒറ്റയടിക്ക് നേരെ ലെഫ്റ്റിലോട്ട് കയറാൻ പാടില്ല. എനിക്ക് കിട്ടുന്ന ട്രാക്ക് ഏതാണോ ആ ട്രാക്കിൽ കൂടെ കുറച്ച് ഓടിയതിന് ശേഷമായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, ലെഫ്റ്റിലോട്ട് കയറേണ്ടത്. അതേ കണക്കാണ് ഇപ്പം ഞാൻ ഇവിടുന്ന് ടേൺ എടുത്ത് വന്നില്ലേ, ഈ ലോറി കിടന്നിടത്തുനിന്ന് ടേൺ എടുത്ത് വന്നില്ലേ, അപ്പോഴും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെയും വീതിയുള്ള റോഡാണ്, നേരെ ലെഫ്റ്റിലോട്ട് കയറാനായിട്ട് പാടില്ല. ഇത്തിരി മുമ്പോട്ട് ഓടിയതിന് ശേഷമായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, ലെഫ്റ്റിലോട്ട് കയറേണ്ടത്. സംശയമുണ്ടോ? പറഞ്ഞ കാര്യം മനസ്സിലായ? നമുക്ക് എടുക്കാമെങ്കിൽ പോവാം. ഇപ്പം എടുത്തു.